ഇവിടെ ഫോൺ വിളിക്കുമ്പോൾ അമ്മയുടെ ചേച്ചി എന്നോട് ഇങ്ങനെ ചോദിച്ചു, മോനെ ഇനി നിനക്ക് ജോലിയൊക്കെ കിട്ടുക അത്ര എളുപ്പമാണോ എന്ന് ചോദിച്ചു. പിറ്റേ ദിവസം ഞാൻ അമ്മയുടെ ചേച്ചിയെ ഒന്നുകൂടെ വിളിച്ചു. ഒരു 11 മണിയായപ്പം ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ജോലിയായി. വളരെ പെട്ടെന്ന് ലൈറ്റ്നിങ് ആയിട്ട് എനിക്കൊരു ജോലി. അധികം വലിയ ശമ്പളമൊന്നുമല്ല, പക്ഷേ ബാങ്കുകാർക്ക് അത് ധാരാളമായിരുന്നു. അങ്ങനെ പയ്യെ ഞങ്ങൾ രണ്ടുപേരും, ഹസ്ബൻഡിനും വൈഫിനും ജോലിയിലേക്ക് വന്നു. അത് വെച്ചിട്ട് വീടിൻ്റെ ലോണിന് അപ്ലൈ ചെയ്തു. അപ്പോഴും ഞാൻ പെർമനൻ്റ് ഒന്നും ആയിട്ടില്ല. 2-3 മാസം അങ്ങനെ കടന്നുപോയി. പെട്ടെന്ന് തന്നെ എന്നെ ഹോസ്പിറ്റലുകാർ പെർമനൻ്റ് ആക്കി. പിന്നെ ഈ സ്റ്റെറിലൈസേഷൻ ഈ കോഴ്സൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. ഇവിടെയാണ് എനിക്ക് തോന്നുന്നു നാട്ടിൽ 2 വർഷത്തെ കോഴ്സാണ്. പുറത്താണെങ്കിൽ ഒരു മിനിമം 6 മാസം ഉണ്ട്. ഞാൻ ആ ജോലിക്ക് ജോയിൻ ചെയ്തിട്ടാണ് ഒരു കോഴ്സിന് പാരലായിട്ട് ഞാൻ ജോയിൻ ചെയ്ത് അത് പഠിക്കാൻ തുടങ്ങിയത്. അപ്പോൾ നമ്മുടെ ഒരു സാഹചര്യം ഒട്ടും അനുകൂലമല്ലാതിരുന്നിടത്ത് അമ്മ അതൊരുക്കി. അതിനുശേഷം ലോണിൻ്റെ കാര്യത്തിലേക്ക് വന്നപ്പോൾ ഞങ്ങളായിരിക്കുന്ന പ്രദേശത്ത് കൂടുതലും ബ്രോക്കർമാരാണ് ബാങ്കിൽ നിന്ന് ലോൺ ശരിയാക്കി തരിക. അപ്പം ബ്രോക്കർമാരെയൊക്കെ ഒത്തിരി മലയാളി ഏജൻറ്റുമാരൊക്കെ ഉണ്ട്. പലരും പറയും, ഇപ്പം നിനക്ക് എപ്പോൾ ശരിയാക്കി തരാമെന്ന് പറയും. ചെന്നപ്പം നമ്മൾ സാലറി സർട്ടിഫിക്കറ്റും ഡോക്യുമെൻസും എല്ലാം കൊടുത്തു കഴിയുമ്പോൾ വേണ്ട ലോണിൻ്റെ പകുതി പോലും നമുക്ക് സാങ്ഷൻ ഇല്ല എന്ന് പറഞ്ഞ് വരികയാണ്. ഈ ഏജൻറ്റുമാരുടെ അടുത്ത് പോകുന്നത്, ഏജൻറ്റുമാരാണെങ്കിൽ അവരെങ്ങനെയും കുറച്ച് പൈസ കൂടുതൽ വാങ്ങിത്തരും. പക്ഷേ അവിടെ ഒന്നും ശരിയാകാത്ത സമയത്ത് നമ്മുടെ പ്രതീക്ഷകൾ ഏതാണ്ട് തീർന്നു. അപ്പം ഞാൻ അമ്മയോട് പറയും, ഇനി വീടിന് ശരിക്കും നല്ല ബുദ്ധിമുട്ടാണ്, വാടകയ്ക്ക് കിട്ടാൻ പോലും പ്രയാസമാണ്, നമ്മൾ ഒത്തിരി കാലം തപ്പി നടക്കണം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാനൊരു ബാങ്കിൽ, അവിടെ ഒരു സെൻറ്റ് ജോർജ് ബാങ്കിൻ്റെ സ്റ്റാഫിനെ കോണ്ടാക്റ്റ് ചെയ്തപ്പോൾ വളരെ അത്ഭുതകരമായിട്ട് പ്രതീക്ഷിക്കാത്ത രീതിയിൽ അവർ ലോൺ തരുവാണ്. ലോൺ തന്നു. ആ സമയത്ത് വീട് പയ്യെ കാണുന്നു. ഞങ്ങളുടെ കയ്യിൽ ഒതുങ്ങാത്ത, നമ്മുടെ നമ്മുടെ സ്വപ്നത്തിന് ഇച്ചിരി മേലുള്ള ഒരു വീട് കണ്ട് ആ വീട് ഒരിക്കലും ഞാനത് കയറി ചെന്നത് തന്നെ ഇങ്ങനെയാണ്. അതായത് അവിടെ ഒരു പർട്ടിക്കുലർ ടൈം ഉണ്ടാകും, മിക്കവാറും ശനിയാഴ്ചയും ഞായറാഴ്ചയാണോ വീട് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ആ ഒരു വീട്ടിൽ കയറി ചെന്നപ്പോൾ കുറേ 6 മാസത്തോളം വീട് കണ്ടു നടന്നു, വീട് മേടിക്കാനായിട്ട്. ചിലത് നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങില്ല, നമുക്കിഷ്ടപ്പെടുന്നതിന് നമുക്ക് ബഡ്ജറ്റ് പോരാ. ഇനി അവിടെ ലേലം, ഓപ്ഷനിലാണ് കൂടുതൽ വീടുകൾ വിൽക്കുക. അപ്പം നമ്മളൊരു വിലയിട്ടാൽ അതിൻ്റെ ഒത്തിരി മേലെ അടുത്ത ആൾക്കാർ വിലയിട്ടാൽ വീട് കൈവിട്ടു പോകും. അപ്പോൾ എന്നെ സ്പിരിച്വലായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന എൻ്റെ ഒരു സിസ്റ്റർ എന്നോട് പറയും, ഈശോ നല്ല വീടാണ് കാണിച്ചു തരുന്നത്. സുമേഷ്, ഓരോ വീടും കാണുമ്പോൾ ഞാനിങ്ങനെ വിളിച്ച് ചോദിക്കും. കാരണം ചില വീട്ടിലൊക്കെ കയറി ചെല്ലുമ്പോൾ ഈ സാത്താനാരാധനയുടെ സിമ്പലുകളൊക്കെ ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓരോ വീട്ടിലേക്കൊക്കെ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഞാനിങ്ങനെ ഒരു പ്രാർത്ഥന ചോദിക്കും, ഇത് പ്രൊസീഡ് ചെയ്യാമോ, ഒരു ചീത്തയാണെങ്കിൽ എനിക്കതിൻ്റെ കാര്യമില്ല, വേണ്ട എന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാനിങ്ങനെ ഓരോ വീടിൻ്റെ അഭിപ്രായം ചോദിക്കുമ്പോൾ ഈ സിസ്റ്റർ എന്നോട് പറഞ്ഞു, ഒരു സുമേഷ്, ഈശോ നല്ല വീടാണ് കാണിക്കുന്നത്. എനിവേ, ഈ നമ്മുടെ ബഡ്ജറ്റിലോ നമ്മുടെ കഴിവിനോ ഒന്നും ഒതുങ്ങാത്ത ഒരു വീട് ഈശോ വളരെ അത്ഭുതകരമായിട്ട് ഞങ്ങൾക്ക് ഒരുക്കി തന്നു. വളരെ പുതിയൊരു വീട്. അതൊരു